അമിതവേഗം, നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഓട്ടം, റോഡിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ റോഡ് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ ജാഗ്രത പുലർത്തിയാൽ അശ്രദ്ധ മൂലമുണ്ടാകുന്ന വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. കാൽനട യാത്രക്കാർ മുതൽ ചരക്ക് വാഹന ഡ്രൈവർമാർ വരെ നിരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CS നാഗരാജു മാതൃഭൂമി ന്യൂസിലൂടെ. റോഡിലെ ഒരു 5 തരം ആൾക്കാർ റോഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് കാൽനടക്കാർ, രണ്ടാമത്തത് 2 വീലേഴ്സ്, 3 വീലേഴ്സ്, 4 വീലേഴ്സ്, പിന്നെ ഹെവി വെഹിക്കിൾസ്. നമ്മുടെ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ വെഹിക്കിൾസ് ഓടുന്നത്. പെഡസ്ട്രിയൻ നടക്കേണ്ടത് റൈറ്റ് സൈഡാണ്. കാരണം നമുക്ക് ഓപ്പോസിറ്റ് ഓൺകമ്മിങ് ട്രാഫിക് നമുക്ക് കാണാൻ പറ്റണം. സോ ഒരു ഫുട്പാത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റോഡിൻ്റെ വലതുവശത്തേക്ക് നടക്കുന്നത് നല്ലതാണ്. കാരണം മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെഹിക്കിൾ ബാലൻസ് തെറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ചാടി മാറാൻ പറ്റുന്ന ഒരു റൈറ്റ് സൈഡാണ്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് മരണം നടക്കുന്നത് 2 വീലർ റൈഡേഴ്സാണ്. ഒരു 2 വീലർ ഹെവി വെഹിക്കിളിനടുത്ത് തൊട്ടടുത്ത് പോയിട്ട് നിൽക്കുക, ഹെവി വെഹിക്കിളിൻ്റെ തൊട്ട പുറകിലെയോ തൊട്ട് സൈഡിലെയോ ഓടിക്കുക എന്നുള്ളത് ഡേഞ്ചറസ് ആണ്. കാരണം ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഒരു ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. ആ ബ്ലൈൻഡ് സ്പോട്ടിലെ ആൾ നിന്നാലും വെഹിക്കിൾ ഓടിച്ചാലും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ പോകുന്നത് വളരെ റിസ്ക്കാണ്. അവർ ടേൺ ചെയ്താലും ബ്രേക്ക് ചവിട്ടിയാലും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സാധ്യത കൂടുതലാണ്. 3 വീലേഴ്സിനെ ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷാസിനെ നമ്മൾ മിക്കവാറും നോക്കുന്നത് ഒരു 3 വീൽ വെഹിക്കിൾ ആയതുകൊണ്ട് ബാലൻസ് കുറച്ച് കുറവാണ് ഫ്രണ്ട് സൈഡിൽ. നോക്കാൻ ഒരു ബെൻഡ് ചെയ്യുന്ന സമയം തന്നെ ടേൺ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ടേൺ ചെയ്യുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കാറുണ്ട്. സോ ടേൺ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്മാർ ചെയ്യേണ്ടത്. 4 വീലേഴ്സ് ഓവർടേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അണ്ടർടേക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന ആക്സിഡൻറ്റ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓവർടേക്കിംഗ് ചെയ്യുമ്പോൾ മിനിമം ഒരു വിസിബിലിറ്റി നമുക്കൊരു 500 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. കർവേച്ചറിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ലോ വിസിബിലിറ്റിയിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. മിനിമം ഒരു 500 മീറ്റേഴ്സ് വിസിബിലിറ്റി ഉണ്ട്, വേറെ വാഹനം ഒന്നും വരുന്നില്ല, ഒരു എസ്പെഷ്യലി ഹെവി വെഹിക്കിൾ വരുന്നില്ല എങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു LMVs പാലിച്ച എല്ലാ വെഹിക്കിൾസ് പാലിക്കണം, എസ്പെഷ്യലി LMV പാലിക്കണം. ഹെവി പാസഞ്ചർ വെഹിക്കിളിൽ മെയിൻലി ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടത് ബ്ലൈൻഡ് സ്പോട്ട്സ് ആണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇങ്ങനെ ഹൈറ്റിലിരിക്കുമ്പോൾ താഴത്തെ വശം തൊട്ട് ബമ്പറിൻ്റെ ഫ്രണ്ടിലെ വശം എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്താൽ, അല്ലെങ്കിൽ കുട്ടികൾ ക്രോസ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടിയിൽ താഴെയാവും. അതുകൊണ്ട് ഈയിടയ്ക്ക് ഈ ഫ്രണ്ട് ബമ്പർ മിറേഴ്സ്, ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് വരുന്നുണ്ട്. അത് പുതിയ വണ്ടികളായ വോൾവോ പോലത്തെ ബസ്സസിലെ ഉണ്ടാവാറുണ്ട്. നമുക്കല്ലാതെ കൂടി ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓവർ സ്പീഡിങ് ഓർ ഓവർലോഡിങ്, ഈ 2 പ്രശ്നങ്ങളാണ് ഹെവി ഗൂഡ്സ് വെഹിക്കിളിൻ്റെ പ്രശ്നങ്ങൾ. ഒരു വണ്ടി ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം കൂടും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റിൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓവർലോഡ് ചെയ്യാൻ പാടില്ല.